എല്ലാവർക്കും വീണ്ടും നമസ്കാരം. അങ്ങനെ ജപ്പാൻ്റെ വടക്കേ അറ്റത്തുള്ള ദ്വീപായ ഹൊക്കായിദോയിലുള്ള എൻ്റെ ഭാര്യാഭവനത്തിൽ സപ്പോറോയിൽ കഴിയുന്ന സമയത്താണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാൻ ആദ്യമായി ജപ്പാനിൽ ഒരു ജോലി കണ്ടെത്തുന്നത്. അതും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വെയ്റ്ററായിട്ട്, താജ്മഹൽ എന്ന പേരായ ഒരു റെസ്റ്റോറൻറ്റിൽ വെയ്റ്ററായിട്ടാണ് ഞാൻ ജപ്പാനിൽ എൻ്റെ ജോലി തുടങ്ങുന്നത്. ഏതാണ്ട് 2 മാസക്കാലത്തോളം ഞാൻ ഭാര്യാഭവനത്തിൽ ജോലി അന്വേഷണവുമായിട്ട് വീട്ടിൽ കഴിച്ചുകൂട്ടി. അന്നൊന്നും എനിക്ക് ഒരിടത്തും ഒരു ജോലി തരപ്പെട്ടില്ല. അങ്ങനെയാണ് ഞാൻ ഒടുവിൽ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിനെ അഭയം പ്രാപിക്കുന്നതും അങ്ങനെ അവിടെ എനിക്കൊരു വെയ്റ്റർ ജോലി കിട്ടുന്നതും. അങ്ങനെ ആ ജോലിയിൽ പ്രവേശിച്ച നാൾ മുതൽ ജീവിതം ജപ്പാനിലെ മറ്റൊരു ഇന്ത്യക്കുള്ളിൽ ആയി. ഞാൻ രാവിലെ റെസ്റ്റോറൻറ്റിലെത്തുന്നു. പിന്നീടുള്ള രാത്രി വരെയുള്ള മുഴുവൻ സമയവും അവിടെയുള്ള സ്റ്റാഫ് അവർ കൂടുതലും ഹിന്ദി, നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആളുകളാണ്. അവരോടൊപ്പവും അതുപോലെ റെസ്റ്റോറൻറ്റിൽ വരുന്ന ജാപ്പനീസ് അതിഥികളെ അവരെ സൽക്കരിച്ച് അവരുമായിട്ട് കുശലാന്വേഷണങ്ങൾ ഒക്കെ പറഞ്ഞ് അങ്ങനെ എൻ്റെ നുറുങ്ങ് ജാപ്പനീസ് ഭാഷ കുറേശ്ശെയായിട്ട് ഞാൻ മെച്ചപ്പെടുത്തി അങ്ങനെ ആ ജീവിതം അവിടെ ആസ്വദിക്കുകയാണ്. അങ്ങനെ ഒരു 2 വർഷക്കാലമാണ് ഞാൻ ഈ സപ്പോറോയിൽ, ഹൊക്കായിദോയിൽ ഉള്ള എൻ്റെ റെസ്റ്റോറൻറ്റ് ജീവിതം. അവിടെ വെച്ചാണ് ആദ്യമായി, അതും ഞാനൊരു 1999 ഡിസംബർ മാസമാണ് ഞാനവിടെ ജോലിയിൽ പ്രവേശിക്കുന്നത്. ആ സമയം ശരിക്കും ഐസ് പെയ്ത് ഹൊക്കായിദോ പൂർണ്ണമായിട്ട് മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന, ഐസിൽ മൂടിക്കിടക്കുന്ന ഒരു സമയമാണ്. എന്നെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു മഞ്ഞുകാലം, ഐസ് കാലം അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് അനുഭവിക്കുക. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ, കേരളത്തിൽ ഒന്നും മഞ്ഞ് വീഴ്ചയോ ഐസോ ഒന്നും കാണാത്തതിനാൽ ആദ്യമായി കാണുന്ന ആ ഒരു ഹിമപാതം, അത് ഒരു വലിയ അനുഭവമായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടി ആദ്യ വർഷം എനിക്ക് ആ ഐസിനെ കാണുവാനും ഐസ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളെല്ലാം ആസ്വദിച്ച് എല്ലാ സ്ഥലങ്ങളിലൂടെയും എല്ലാം സഞ്ചരിക്കുവാനുമെല്ലാം വളരെ താല്പര്യമുണ്ടായിരുന്നു. കുട്ടികൾക്കായിരുന്നു ഈ ഐസ് കാലം ഏറ്റവും ആനന്ദകരം. അവരെ സംബന്ധിച്ചിടത്തോളം ഐസിൽ തെന്നിക്കളിക്കുക, ഐസിലൂടെ അവർക്ക് ഒട്ടും മടുപ്പില്ല, ഒട്ടും തണുപ്പും തോന്നുന്നുണ്ടാവുന്ന ഒരു അവസ്ഥയുമായിരുന്നില്ല. എനിക്ക് കുറച്ചൊക്കെ തണുപ്പിൻ്റെ ബുദ്ധിമുട്ടുണ്ടായി അനുഭവിച്ചിരുന്നുവെങ്കിലും നല്ല ചൂടുള്ള വസ്ത്രങ്ങളും എല്ലാം ധരിച്ച് തണുപ്പിനെയും നേരിട്ട് ആ മഞ്ഞുകാലം ശരിക്കും നന്നായിട്ട് ആസ്വദിച്ചു. ഞാൻ ഓർക്കുന്നു, അവിടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പലപ്പോഴും ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ കുട്ടികളെ പാളയിൽ കെട്ടി വലിക്കുന്നത് പോലെ വലിച്ചുകൊണ്ട് പോകുന്ന രീതിയിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ട്രേ ഉണ്ടാവും, വലിയൊരു ട്രേ. ഷോപ്പിങ്ങിന് മാളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കുട്ടികളെ അതിലിരുത്തി അങ്ങനെ വലിച്ചുകൊണ്ട് പോയി ഷോപ്പിങ് കഴിഞ്ഞ സാധനങ്ങൾ, വാങ്ങുന്ന സാധനങ്ങളെല്ലാം കൂടി ഈ ട്രേയിൽ തന്നെ വെച്ച് നമുക്ക് അത് വളരെ നൈസായിട്ട് ഐസിനോയിലൂടെ പുള്ളി ചെയ്തുകൊണ്ട് വലിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോരുന്ന ആ ഒരു അനുഭവം വളരെ രസകരമാണ്. വളരെ ഭാരം ഒട്ടും ചുമക്കേണ്ടതില്ല കാലത്ത്. അതും ഈ സാധനങ്ങൾ കൊണ്ടുവരുന്ന മിക്കവാറുമുള്ള സാധനങ്ങളെല്ലാം നമുക്ക് വീടിനുള്ളിൽ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ടതില്ല. നമ്മളുടെ വരാന്തയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പായതിനാൽ ഇവയ്ക്കൊന്നും കേടുവരാതെ അവിടെ തന്നെ സൂക്ഷിക്കുവാനും സാധിക്കും. അങ്ങനെ ആ മഞ്ഞുകാലം, ഐസ് കാലം വളരെ ആനന്ദകരമായിട്ട്, ആദ്യ വർഷം എനിക്ക് വളരെ സന്തോഷകരമായിരുന്നു. പ്രത്യേകിച്ച് വൈറ്റ് ക്രിസ്മസ്, ആദ്യമായിട്ടാണ് ഒരു വൈറ്റ് ക്രിസ്മസ് ഞാൻ കാണുന്നത്. ശരിക്കും നമ്മൾ സിനിമകളിലും അതുപോലെ വായനകളിലുമൊക്കെ എപ്പോഴും കേട്ടറിഞ്ഞിട്ടുള്ള ആ ഒരു വൈറ്റ് ക്രിസ്മസ് അവിടെ സപ്പോറോയിൽ ശരിക്കും ക്രിസ്മസ് ദിവസം രാവിലെ മുതൽ പൂർണ്ണമായിട്ട് സ്നോ പെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയം, അത് വളരെ മനോഹരമായിരുന്നു. അത് ശരിക്ക് ആസ്വദിക്കുവാൻ കഴിഞ്ഞു. അങ്ങനെ ജപ്പാനിൽ ഈ ആദ്യത്തെ ഐസ് കാലം, മഞ്ഞുകാലം, അത് സപ്പോറോയിൽ ചിലവഴിച്ചു. അവിടെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഭൂമിക്കടിയിൽ അണ്ടർഗ്രൗണ്ടിൽ തന്നെ ഒരുപാട് ഷോപ്പിംഗ് കോംപ്ലക്സുകളും അതുപോലെ തന്നെ റെയിൽവേ സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തണുപ്പ് കാലത്ത് നമുക്ക് ഐസിൻ്റെ ആ ഒരു വലിയ ബുദ്ധിമുട്ട് സപ്പോറോ നഗരത്തിൽ അനുഭവപ്പെടാറില്ല. യാത്ര ചെയ്യുമ്പോഴെല്ലാം നമ്മൾ സബ്വേയിലൂടെ പോകാൻ പറ്റും. അതുപോലെ അവിടെ ഭൂമിയുടെ അടിയിൽ തന്നെ ഒരുമാതിരി ഷോപ്പിംഗ് മാളുകളും എല്ലാം ഉള്ളതിനാൽ പുറമേയുള്ള ഈ മഞ്ഞുവീഴ്ച നമുക്ക് ഒട്ടും ബാധകമായില്ല. അങ്ങനെ അവിടെ ഈ താജ്മഹൽ എന്ന റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യയുടെ തന്നെ ഒരു
വേറൊരു മുഖം എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. കാരണം ഞാൻ കേരളത്തിൽ മാത്രം ജീവിച്ചുകൊണ്ടും അതുപോലെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മാത്രമായിട്ടാണ് ഞാൻ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും അതുപോലെ ഡൽഹിയിലൊക്കെ കുറച്ച് നാൾ താമസിക്കുകയും എല്ലാം ചെയ്തത്. എന്നാൽ ഇവിടെ ശരിക്കും പൂർണ്ണമായും നോർത്ത് ഇന്ത്യൻ ആളുകളുടെ കൂട്ടത്തിൽ, സ്റ്റാഫിൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുമ്പോൾ അവരുടെ ഭാഷ എനിക്ക് വളരെ കുറേശ്ശെയായിട്ട് ആണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം അവർ ഹിന്ദി സംസാരിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് അല്പമെങ്കിലും, കാരണം ഹിന്ദിയിൽ എനിക്ക് കുറച്ച് സ്കൂളിലൊക്കെ പഠിച്ച അനുഭവം ഓർമ്മയും എല്ലാം ഉണ്ടായിരുന്നതിനാൽ. എന്നാൽ അവർ ചിലപ്പോൾ അവരുടെ സ്റ്റേറ്റ് ഭാഷയിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാകത്തില്ല. ചിലപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നത് അവരുടെ സ്റ്റേറ്റിലെ ലാംഗ്വേജോ അല്ലെങ്കിൽ അവരുടെ അവരും മറാഠി സംസാരിക്കുന്നവരും ബോംബെയിൽ നിന്നുള്ളവരും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവർ ചിലപ്പോൾ അവരുടെ പ്രത്യേക കാസ്റ്റിൻ്റെ ആ ഒരു ലാംഗ്വേജ് ഉണ്ട്, അതൊക്കെ ഉപയോഗിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പലതും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായാലും അവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അന്ന് ഞങ്ങളുടെ ഈ താജ്മഹൽ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ ഒരു ബോംബെക്കാരൻ, ഒരു ദിലീപ് മൻസൂർ ഖാനി എന്ന് പറഞ്ഞൊരു വലിയ ബിസിനസ്സുകാരനാണ്. അദ്ദേഹം ആ ബിസിനസ് സാമ്രാജ്യം അവിടെ സപ്പോറോയിൽ കെട്ടിപ്പടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ, ജർമ്മൻകാരിയായ ഭാര്യയോടൊപ്പം, അവരും ബിസിനസ്സിലും ഒക്കെ നല്ല പ്രാവീണ്യമുള്ള ഒരു സ്ത്രീയായിരുന്നു. അവരോട് ഒപ്പമാണ് അദ്ദേഹം അവിടെ ആ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങി. ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും ഏതാണ്ട് 6ഓളം ബ്രാഞ്ചുകൾ സപ്പോറോയിലുണ്ട്. അപ്പോഴേക്കും ഈ ഭാര്യയുമായിട്ട് എന്തോ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അദ്ദേഹം ഭാര്യയുമായി ഡൈവോഴ്സ് ആയ സമയത്താണ് ഞാൻ അവിടെ റെസ്റ്റോറൻറ്റിൽ ചേരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മാനസിക ബുദ്ധിമുട്ടുമെല്ലാം അദ്ദേഹം ഉണ്ടായിരുന്നു. കുട്ടികളും ആ സമയത്ത് അദ്ദേഹത്തിന് പ്രായപൂർത്തിയായ 2 പെൺമക്കൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു വിവാഹത്തിലുണ്ടായിരുന്നു. അവർ ഭാര്യ കുട്ടികളുമായിട്ട് ജർമ്മനിയിലേക്ക് പോകുന്നു. അദ്ദേഹം ഈ ബിസിനസ്സുകാരൻ തന്നെയായതിനാൽ, നല്ല തനി ബിസിനസ്സുകാരൻ, തനി നോർത്ത് ഇന്ത്യൻ ബിസിനസ്സുകാരൻ. അദ്ദേഹം ആ റെസ്റ്റോറൻറ്റുമായിട്ട്, ഈ 6 ബ്രാഞ്ചുകൾ ഉള്ള റെസ്റ്റോറൻറ്റുമായിട്ട് അവിടെ കഴിയുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അദ്ദേഹം തനി നോർത്ത് ഇന്ത്യൻ ആ ഒരു ബോംബെ ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ആളുകൾ, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാർ ഈ ബിസിനസ്സിനെ എല്ലാം നയിക്കുവാനുണ്ട്. ബാക്കി കുക്കുമാർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന്, നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹം ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ള കുക്കുമാരാണ്. അപ്പോൾ എനിക്ക് പതിയെയാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കുറേ കഴിഞ്ഞപ്പോഴാണ് എനിക്കറിയുന്നത്, അവരുടെ ശമ്പളത്തെ പറ്റിയൊക്കെ അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴാണ് അറിയുന്നത്, അവർക്ക് വളരെ നിസ്സാരമായ ശമ്പളത്തിനാണ് അവരവിടെ ജോലി ചെയ്യുന്നത്. കാരണം അവരെ ഇന്ത്യയിൽ വെച്ച്, അന്ന് ഇന്ത്യയിൽ പല റെസ്റ്റോറൻറ്റുകളിലും അവർക്ക് 2000 5000 ഒക്കെ ആയിരിക്കും അന്ന് ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത്രയും നല്ല റെസ്റ്റോറൻറ്റുകളിലൊക്കെ ജോലി ചെയ്യുന്നവർ ആ റേഞ്ചിലൊക്കെയാണ് അന്ന് ഉള്ള ശമ്പളം ഉണ്ടായിരുന്നത്. അപ്പോൾ അവരോട് ഇവിടെ ജപ്പാനിൽ 10000 രൂപ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞാണ് അദ്ദേഹം അവിടെ നിന്നും ഈ റിക്രൂട്ട് ചെയ്ത് ഇവരെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവർക്ക് വളരെ സന്തോഷം, അവിടെ കിട്ടുന്നതിൻ്റെ ഇരട്ടിയോളം ശമ്പളം കിട്ടുന്നു. മാത്രവുമല്ല ഇവിടെ താമസം, ഭക്ഷണം എല്ലാം സൗകര്യങ്ങളുമുണ്ട്. ജപ്പാൻ ആണ് രാജ്യം. അപ്പം ഈ മോഹം എല്ലാം, ഇങ്ങനെയുള്ള മോഹിപ്പിക്കൽ, ഈ ഇതിൽ പ്രലോഭനങ്ങളിൽ പെട്ടാണ് ഈ കുക്കുമാർ എല്ലാവരും തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. മാത്രമല്ല അവരവിടെ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന അനുഭവം എനിക്ക് മനസ്സിലായി. അവരുടെ എല്ലാവരുടെയും പാസ്പോർട്ട് ഇദ്ദേഹം, ഈ ഓണർ വാങ്ങി. അവരും ഓണറുടെ കൂട്ടത്തിലുള്ള ഒരു കുറച്ച് മാനേജ്മെൻറ്റ് ആളുകളുമുണ്ട്. അവർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ഗുണ്ടാ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ടായിരുന്നത്. അവരാണ് ഈ കുക്കുമാരെ എല്ലാം നയിച്ചിരുന്നത്. ഈ 6ഓളം റെസ്റ്റോറൻറ്റുകളിലായിട്ട് 10-25ഓളം സ്റ്റാഫ് അന്ന് അവിടെ ഉണ്ട്. അവർക്ക് താമസിക്കുവാനായിട്ട് അദ്ദേഹം തന്നെ നിർമ്മിച്ച അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സ്റ്റാഫ് കോട്ടേജും അവിടെയുണ്ട്. അവിടെയാണ് ഇവർ താമസിക്കുക. ഇവരെ രാവിലെ ഇദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് കീഴിലുള്ള ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പക്കാരായിട്ടുള്ള ബന്ധുക്കൾ ഇവർ ഒരു വാനിൽ കൊണ്ടുവന്ന് ഓരോ റെസ്റ്റോറൻറ്റുകളിൽ ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. ഓരോ റെസ്റ്റോറൻറ്റുകളിൽ ഇവരെ കൊണ്ടുവന്ന് ഓരോരുത്തരെ കൊണ്ടുവന്ന് ഇറക്കി വിടും. അതോടുകൂടി അവരുടെ ഷോപ്പിങ്ങിനുള്ള സാധനങ്ങളും എല്ലാം വാങ്ങിച്ച് റെസ്റ്റോറൻറ്റുകളിലാക്കിയ ശേഷം പിന്നെ വൈകിട്ട് ഇവരെ രാത്രിയിൽ ജോലി കഴിയുമ്പോൾ ഇവരെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഈ വാനിൽ അവർ വരിക. അപ്പോൾ ഇവർക്ക് ഈ റെസ്റ്റോറൻറ്റ് ഇവർ താമസിക്കുന്ന ഈ റൂമും അല്ലാതെ ഇവർക്ക് ജപ്പാനെക്കുറിച്ച് യാതൊരു ധാരണയും ഒരു വിവരവും ഇവർക്ക് കിട്ടത്തില്ല. അതുപോലെ ഇവരുടെ പാസ്പോർട്ട് വരുമ്പോൾ തന്നെ ഇദ്ദേഹം വാങ്ങി ഇദ്ദേഹം തന്നെ സൂക്ഷിക്കും. ശരിക്കും അത് നിയമവിരുദ്ധമാണ് ജപ്പാനിൽ. ആ പാസ്പോർട്ട് ഇവരുടെ എല്ലാ കയ്യിൽ നിന്നും വാങ്ങി വെക്കുകയും ഇവർക്കെല്ലാം ജപ്പാനിൽ വരുന്ന ദിവസം അവിടെ വന്ന് ഇദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ജോലിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു പുതിയ പേര് നിർദ്ദേശിക്കുകയാണ്. പലരെയും ആ പേരുകളിൽ മാത്രമാണ് അവരവിടെ അറിയപ്പെടുക. അവരുടെ യഥാർത്ഥ പേരെന്താണെന്നുള്ളത് എനിക്കും അന്നറിയില്ല. ഞാനന്ന്
ഓർക്കുന്നു. അന്നവിടെ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞ ഒരു 2 മലയാളികൾ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അതിൽ ഒരു മലയാളിയുടെ പേര് കെനി എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, മലയാളി ആണല്ലേ, അപ്പം മലയാളി കെനി എന്നുള്ള പേര് ഞാൻ ആദ്യം കേൾക്കുകയാണല്ലോ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം എന്നോട് വളരെ വിഷമത്തോടെയും എന്നാൽ ഈ ഓണറിനോടുള്ള ഭയങ്കരമായ അരിശത്തോടു കൂടിയും അദ്ദേഹം പറയുന്നു, എൻ്റെ പേര് കെനിയൊന്നുമല്ല, ഈ മുതലാളി എനിക്കിട്ടേക്കുന്ന പേരാണ്, എൻ്റെ പേര് സാബു എന്നാണ്, എൻ്റെ പേര് ഇവിടെ ആർക്കും അറിയത്തില്ല, ഇദ്ദേഹം എന്നെ കളിപ്പിച്ചു കൊണ്ടുവന്നാണ്. ഞാൻ അവിടെ ജയ്പൂർ ഒരു മുൻ രാജാവിൻ്റെ ഓഫീസിൽ അവിടെ സെക്രട്ടറിയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അവിടെ വന്ന് ഇദ്ദേഹം എന്നെ കണ്ട് എനിക്ക് ഇവിടെ ജപ്പാനിൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്, ഞാനിവിടെ നിങ്ങളെ മാനേജരാക്കാം എന്ന് പറഞ്ഞ് എന്നെ സമ്മതനാക്കി കൊണ്ടുവന്നതാണ്. എനിക്ക് തോന്നുന്നത് ഈ മലയാളിയെ സംബന്ധിച്ച് അദ്ദേഹവും ഈ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊന്നും കൂടുതൽ പഠിക്കാതെ പെട്ടെന്നൊരു എടുത്തിയാട്ടം നടത്തി എന്നുള്ളതാണ്. അതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ അദ്ദേഹം കബളിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നോട് ഭയങ്കരമായ രീതിയിൽ ഈ റെസ്റ്റോറൻറ്റ് മുതലാളിയെപ്പറ്റി അന്ന് മോശമായി സംസാരിച്ചതെല്ലാം ഞാൻ ഓർക്കുന്നു. അതുപോലെ മറ്റൊരു മലയാളിയെ ഞാൻ അവിടെ പരിചയപ്പെട്ടത്, ഞാൻ അന്ന് പരിചയപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. പിന്നീട് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് അല്ല എന്നെനിക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹം കൊടുത്ത ഒരു പേരാണ്, പക്ഷേ അദ്ദേഹം ജോർജാണ് എന്ന് അദ്ദേഹം ഞാൻ ആ പേരിലാണ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നു. മറ്റാളുകളുമെല്ലാം അവിടെയുള്ള സ്റ്റാഫ് അംഗങ്ങളുമെല്ലാം വിളിച്ചുകൊണ്ടിരുന്നു. വളരെ കാലങ്ങൾക്ക് ശേഷം എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ പേര് ഫിലിപ്പാണ് എന്ന്. അങ്ങനെ ഓരോരുത്തർക്കും അത് പിന്നെ ഒരു സാമ്യമുള്ള പേരായിരുന്നു, എന്നാൽ യാതൊരു സാമ്യമില്ലാത്ത രീതിയിലുള്ള പേരുകൾ വരെയും ഓരോരുത്തർക്ക് അദ്ദേഹം നൽകി. ആ പേരുകളിൽ അവർ അറിയപ്പെടുന്നു. അങ്ങനെ അവിടെ ഇവർക്ക് തുച്ഛമായ ശമ്പളവും, അത് ശരിക്കും ജപ്പാനിൽ എനിക്കൊക്കെ ആ സമയത്ത് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് ജപ്പാനിലെ സ്റ്റാൻഡേർഡ് ഒരു മണിക്കൂറിന് കിട്ടുന്ന, ഞാനവിടെ പാർട്ട് ടൈമായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പാർട്ട് ടൈമിൽ എനിക്ക് അന്ന് തന്നെ ഏതാണ്ട് അവിടുത്തെ 1000 ഇവിടെ ജപ്പാനിലെ 1000 തന്നെ ആണ് അന്ന് ശമ്പളം ഉണ്ടായിരുന്നത്. എന്നാൽ ഇവർക്കൊക്കെ കിട്ടുന്ന ശമ്പളം ഇത് വളരെ തുച്ഛമായ ഒരു ദിവസത്തിലെ ഒരു മാസത്തെ ശമ്പളം എന്ന് പറയുന്നത് 10,000 രൂപ, അതും അവരുടെ ഇന്ത്യൻ അക്കൗണ്ടിലാണ് കിട്ടുന്നത്. ഇതൊക്കെ പിന്നീട് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വളരെ നാളുകൾ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നത്. വളരെ മാനസികമായിട്ട് ഇവരുടെ ബുദ്ധിമുട്ട് തോന്നുന്നത്. കാരണം ഇവരുടെ ജോലി എന്ന് പറയുന്നത് അതികഠിനം, രാവിലെ മുതൽ അതികഠിനമായ രീതിയിൽ വളരെ തിരക്ക് പിടിച്ച സമയത്ത് ഈ റെസ്റ്റോറൻറ്റിലെ കുക്കുമാരുടെ ജോലി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. എനിക്ക് ഹോളിലുള്ള ജോലി ആയതുകൊണ്ട് കസ്റ്റമേഴ്സിനെ മാനേജ് ചെയ്താൽ മതി, അത് വേറൊരു മാനേജരും എന്നോടൊപ്പം കൂട്ടത്തിൽ ഉണ്ടാവും. അങ്ങനെ ആ സമയത്ത് ഇവരുടെ ഈ ജോലി ഭാരവും ഇവരുടെ ശമ്പളക്കുറവും എല്ലാം കണ്ട് വളരെ മനസ്സുമെടുത്ത് കഴിയുന്ന ഒരു ജോലി സമയമായിരുന്നു താജ്മഹൽ റെസ്റ്റോറൻറ്റിൽ 2 വർഷക്കാലം അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ജോലി ചെയ്യുമ്പോൾ ഉണ്ടായ ഒരുപാട് നല്ല അനുഭവങ്ങൾ, എനിക്ക് പ്രധാനമായിട്ടും ഉള്ള അനുഭവം എന്ന് പറയുന്നത് എനിക്ക് ഭാഷ പഠിക്കുവാൻ പറ്റി. ഞാൻ ജാപ്പനീസ് ഭാഷ കൂടുതലും വശമാക്കുന്നത് ആ റെസ്റ്റോറൻറ്റ് ലൈഫിലൂടെയാണ്. കാരണം ഓരോ ദിവസവും ഈ വരുന്ന അതിഥികളോട് എന്തൊക്കെയാണ് സംസാരിക്കേണ്ടത് എന്നെല്ലാം ഞാൻ എൻ്റെ ഭാര്യയോട് കേക്കോയോട് ചോദിച്ച് ഞാൻ ഒരു കടലാസിലെല്ലാം ചെറുതായിട്ട് എഴുതിക്കൊണ്ടുപോയി ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും അടുത്ത് പോയി ചെറിയ വർത്തമാനങ്ങൾ പറയുന്നത് അവർക്കും വളരെ സന്തോഷമാണ്. അവർ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വരുന്നത് പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല, ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ആ ഒരു ശരിക്കും നമ്മളുടെ സംസ്കാരം അത് മനസ്സിലാക്കുവാനും എന്തെങ്കിലുമൊക്കെ നമ്മളോട് സംസാരിക്കാൻ പറ്റിയാൽ സംസാരിക്കാനും ഒക്കെ ആയിട്ട് വരുന്നവർ ധാരാളമുണ്ട്. അപ്പോൾ അവരോട് സംസാരിക്കാൻ ഞാനും വളരെ താല്പര്യമെടുത്ത് ചെറുതായിട്ട് സംസാരിച്ചു തുടങ്ങി. അങ്ങനെ അവരിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എനിക്ക് മനസ്സിലാകാത്തതുണ്ടെങ്കിൽ അത് ഞാൻ കുറിച്ച് കൊണ്ടുപോയി പിന്നീട് ഞാൻ സംശയ നവീകരണം നടത്തി. അതുപോലെ തന്നെ എനിക്ക് ആ സമയത്ത് പഠിക്കുവാൻ ഇംഗ്ലീഷും ജാപ്പനീസും തമ്മിൽ പഠിക്കുന്നതിനുള്ള പുസ്തകങ്ങളുണ്ടായിരുന്നു. ആ പുസ്തകങ്ങളൊക്കെ ഉപയോഗിച്ച് പഠിച്ചു. പിന്നെ ഇതുപോലെ വോളണ്ടിയറായിട്ട് ഫ്രീ ആയിട്ട് ജാപ്പനീസ് പഠിപ്പിക്കുവാൻ അവിടെ വന്നുകൊണ്ടിരുന്ന ചില ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ നിന്നും എനിക്ക് കുറേശ്ശെ ജാപ്പനീസ് പഠിക്കുവാനുള്ള അവസരവും ഉണ്ടായി. അങ്ങനെ ആ ഒരു 2 വർഷക്കാലം താജ്മഹലിൽ ഞാൻ ജോലി ചെയ്യുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭാഷാ പഠനത്തിൻ്റെയും ജപ്പാൻ രാജ്യത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിൻ്റെയും എല്ലാമുള്ള ഒരു വലിയ ഒരു അവസരം സമ്മാനിച്ച ഒരു സമയമായിരുന്നു. എന്നാൽ ആ സമയത്ത് ഏറ്റവും വേദനാജനകമായ ഒരു അനുഭവം എന്ന് പറയുന്നത് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന കുക്കുമാർ അവർ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ കഷ്ടപ്പാട്. കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ അവർക്ക് വീട്ടിലേക്ക് ആ പൈസ അവർക്ക് നാട്ടിൽ 10,000 രൂപ കിട്ടുന്നുണ്ട്. എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏതാണ്ട് 1,00,000 രൂപയുടെ അടുത്തൊക്കെ ശമ്പളം ഇവിടെ ജപ്പാനിൽ കിട്ടുന്ന സമയത്താണ് ഇവർ ഇത്ര തുച്ഛമായ ഈ ശമ്പളത്തിൽ ഇത്ര കഠിനമായ ജോലി ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ഒരു അനുഭവം അവരോടുകൂടി ആ ഒരു
2 വർഷക്കാലം അവിടെ ചിലവഴിക്കുവാൻ കഴിഞ്ഞു. ആ ഒരു അനുഭവം എനിക്ക് വളരെ ഒരു ജപ്പാനിലുള്ള വിദേശികളുടെ ജീവിതത്തെക്കുറിച്ചും അതുപോലെ ജപ്പാൻ്റെ പൊതുവെയുള്ള ഒരു സംസ്കാരം എല്ലാം മനസ്സിലാക്കുന്നതിന് വളരെയേറെ സഹായിച്ച ഒരു സമയമായിരുന്നു. ആ സമയത്ത് എനിക്ക് വളരെ നല്ല സുഹൃത്തുക്കളെയും ജാപ്പനീസ് സുഹൃത്തുക്കളെയും പലരെയും അവിടുന്ന് എനിക്ക് കണ്ടെത്തുവാനായി. അവർക്കും ഇന്ത്യയോടുള്ള താല്പര്യം തന്നെ ആയിരിക്കണം അതിനുള്ള ഒരു കാരണം. അവരുമായിട്ടുള്ള ബന്ധം ഞാൻ ഇപ്പോഴും വെച്ച് പുലർത്തുന്ന ചില സുഹൃത്തുക്കളെ എനിക്ക് അവിടെ സപ്പോറോയിൽ നിന്ന് അന്ന് കിട്ടി എന്നുള്ളതും ഞാൻ ഓർക്കുകയാണ്. ഞാൻ തുടർന്നുള്ള വീഡിയോയിൽ എൻ്റെ റെസ്റ്റോറൻറ്റിൽ ജീവിതത്തിലെ തന്നെ മുന്നോട്ടുള്ള അനുഭവങ്ങൾ, സപ്പോറോയിലെ അനുഭവങ്ങൾ ഞാൻ കൂടുതൽ വിവരിക്കാം എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.